അതെ, അതാ പറഞ്ഞത് ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല. സാമൂഹ്യ പെൻഷനാണ് സർക്കാർ ജീവനക്കാർ കൈപ്പറ്റുന്നത്. കോളേജ് പ്രൊഫസർമാർ, ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന മാസം സ്ഥിരം ശമ്പളം വാങ്ങുന്നവർ, ഇതൊക്കെ ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്കല്ലേ സംസ്ഥാനം പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്താ ഗവൺമെൻറ് ജോലി? എന്താ ഇത് കണ്ടുപിടിക്കേണ്ടതാരാ? ഇത്രയും കാലമായിട്ട് ക്ഷേമ പെൻഷൻ 1500ഓളം സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോശം എടുക്കാം. ഗവൺമെൻറ്റല്ലേ ഉത്തരവാദിത്തം. അവരുടെ ലിസ്റ്റ് എന്തുകൊണ്ട് ഇത്രയും കാലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് അവരുടെ പേരുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല? ഇനിയിപ്പോൾ 1.5 കൊല്ലമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഇവർ നീക്കം ചെയ്യുമോ? എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇത് വാങ്ങുന്നതെല്ലാം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. സാധാരണ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അച്ഛൻ്റെ പേര് സഹിതം പുറത്തു വിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ പേര് വിവരങ്ങൾ പുറത്തു വിടുന്നില്ല. വിജിലൻസ് അന്വേഷണം വേണ്ട എന്നാണ്. അല്ല, അതാ പറയുന്നത്, ഒന്നിൻ്റെ അന്വേഷണം വേണ്ട, ആരും അന്വേഷിക്കണ്ട. ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങൾ കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോൾ നടപ്പാവില്ല. ഇതിൻ്റെയൊക്കെ ദോഷം എന്താ അറിയോ? സർക്കാരിനോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും 1.5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇതല്ലാതെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കില്ല. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യമൊക്കെ ഗൗരവത്തിലാണ് കാണുക. പാവപ്പെട്ട ജനങ്ങൾക്ക് പോലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ആ നേരത്താണ് സർക്കാർ ജീവനക്കാർ ഇഷ്ടം പോലെ വാങ്ങുന്നത്. ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കുന്നത്? ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ സംഭവം?